4 സീറ്റിൽ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ വലിയ വിഷയം ഉണ്ടായപ്പോൾ, എണ്ണം കുറഞ്ഞതിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ ഇവര് വന്ന് UDF നേതൃത്വത്തിന്റെ കയ്യെ കാലെ പിടിച്ചപ്പോൾ ആകെ 2 സീറ്റാണ് കേരളത്തിൽ ബാക്കി. ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ജയിക്കുന്ന മട്ടൻ ധർമ്മടവും, അന്ന് ലോകത്തിൽ പ്രശസ്തിയുടെ ഉത്തംഗത നയിക്കുന്ന ശൈലജ ടീച്ചർക്ക് മത്സരിക്കുന്ന മട്ടന്നൂർ. ഒടുക്കൻ ഞങ്ങളുടെ നേതൃത്വം മട്ടന്നൂരെടുത്തു. എന്നെ വിളിച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. വേറൊന്നുകൊണ്ടല്ല, ലക്ഷത്തിനടുത്ത വോട്ടിന് തോക്കാൻ സാധിക്കും. കേരളത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലമാണ് മട്ടന്നൂർ മാറാൻ പോവുക. കാരണം ആ മണ്ഡലം കാര്യത്തിൽ കൂടിയാണ് ശൈലജ ടീച്ചർ. ഒടുവിൽ ഞാൻ ഒരു ദിവസം ഫോൺ ഓഫാക്കി വെച്ചു. മാർച്ച് 11-ാം തീയതി പറഞ്ഞു, 14 ഫോൺ ഓഫാക്കി. 15-ാം തീയതി ചന്ദ്രയോട് എൻ്റെ വീട്ടിൽ വിളിച്ച് എന്നെ വിളിച്ചിട്ട് എന്നോട് ഫോൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു. ഇങ്ങനെ ആവരുത്, ഒരു പാർട്ടിയുടെ ലീഡറാണ്, സഹവും മത്സരിക്കണം, ജയവും തോൽവിയും പ്രശ്നമില്ല. അപ്പോൾ ചെയ്യുമൊക്കെ. അങ്ങനെ മത്സരിക്കാൻ പോയിട്ട് മത്സരിക്കുമ്പോൾ അറിയാം ഇലക്ഷനിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ചിലവുകളുണ്ട്. ഞങ്ങളുടെ ജില്ലയിലെ സംഘടനാ ശേഷി നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള സീറ്റിൽ എത്രമാത്രം ഫണ്ട് റേസ് ചെയ്യാമെന്ന് അറിയാം. ഒരു 10 പൈസ RSP സംസ്ഥാന കമ്മിറ്റി എനിക്ക് തന്നില്ല ഈ കഴിഞ്ഞ 5 വർഷമായി. അതിലും ദയനീയം. എനിക്ക് വളരെ സന്തോഷമുണ്ട് കോൺഗ്രസ്സുകാരോട്. ഞാൻ ഈ വിഷയം സാമ്പത്തികമായി ഞാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. രാഹുൽ ഗാന്ധി മാർച്ച് 31-ന് മട്ടന്നൂർ ഇറങ്ങിയിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട്. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം താരിഖ് എന്നൊരു ഇടപെട്ടു. സുധാകരനെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞ് 10 ലക്ഷം രൂപ തിരുവനന്തപുരത്ത് എനിക്ക് തരാവുന്നത് മാറ്റിവെച്ചു. ആ ഫണ്ടും പാർട്ടി സ്വീകരിച്ചു. പക്ഷേ ആ പണവും ഇവിടെ എത്തിയില്ല. അതിനാണ് 5 വർഷം ഞാൻ അനുഭവത്തിൻ്റെ ഉള്ളിൽ വെച്ചത്. അതേപോലെയാണ് ആറ്റിങ്ങിൽ മത്സരിച്ച റിട്ടയർഡ് DO അഡ്വക്കേറ്റ് A. ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 50 ലക്ഷം രൂപ പോയതിൻ്റെ സങ്കടത്തിൽ നിന്ന് നടക്കുക. പാറ്റിങ്ങിൽ പുതിയ ആളെ കണ്ടെത്തി എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ വിഷമത്തിൽ ഇപ്പം ഞാൻ ആത്മഹത്യയുടെ പക്കത്ത് നിൽക്കുന്നു പറയുന്നത്. അതേസമയം ഇവര് 2ഓ 3ഓ ആളുകൾ ആവശ്യത്തിൽ കൂടെ പണം സമ്പാദിച്ച് ഓരോ നടക്കുന്നു. കഴിഞ്ഞ 14 ലക്ഷം എനിക്കിപ്പോൾ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതൊക്കെ റെക്കോർഡാണ്. എത്ര കോടി രൂപ ചെലവായിട്ടുണ്ടാവും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കണം. നിർബന്ധമായി കണക്ക് വെക്കണമെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് ഉണ്ടോയെന്ന് ആവശ്യപ്പെട്ടു. വെച്ചു കൊടുക്കം 36 ലക്ഷം രൂപ നീക്കിയ പാർട്ടിയാണ്. ശ്രീധരനും കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല. അതവിടെ നിൽക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരിട്ട് തന്നെ പറയാം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര സെക്രട്ടറിയും ഷിബു ബേബി ജോണും കേന്ദ്ര സെക്രട്ടറി നമ്പർ NJ പ്രേമചന്ദ്രൻ MPയും നിരന്തരമായ വിദേശയാത്ര നടത്തുക. ഒരു പാർട്ടി പെർമിഷനല്ല പോകുന്നു, അവർ പോകുന്നു വരുന്നു. ഇടതു പാർട്ടികൾ ഒരു രീതി അനുസരിച്ച് പോകണമെങ്കിൽ പാർട്ടിയുടെ പെർമിഷൻ വേണം. ഇവിടെ കമ്മിറ്റി വിളിക്കാൻ വൈകുന്നെന്താന്ന് പറയുമ്പം പ്രേമചന്ദ്രൻ വിദേശത്താണ്, അല്ലെങ്കിൽ ഷിബു ബേബി ജോൺ വിദേശത്താണെന്നാണ് ഞാൻ കിട്ടുന്ന മറുപടി. അവർക്കുള്ള സോഴ്സോ ബന്ധങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇപ്പം അന്വേഷിക്കാൻ പോകുന്നത് എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് ഗൗരവമുണ്ട്. അതിപ്പം പറയാൻ ഞാൻ തയ്യാറില്ല. ഫണ്ട് ഏത് രൂപത്തിൽ ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയാം. പക്ഷെ അതിലൊന്നും വ്യക്തതയില്ല. അതേസമയം മറ്റാരെങ്കിലും വിദേശത്ത് പോയാൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയാൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോയാൽ, അതൊക്കെ ഇവരെടുത്ത് പൊക്കി പിടിക്കുക. അവരെവിടെ പോയി എന്തിനു പോയി എന്ന് പറയും. ഇവർക്കിത് കഴിയുന്നില്ല. ഇതിനെതിരെയൊക്കെ ശബ്ദിക്കുന്നതാണ് ഈ വിഷയത്തിൽ എത്തുന്നത്. അപ്പോൾ അവരത് ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം നടത്തി.